ദൃശ്യങ്ങളിൽ കാണുന്നത് കൊച്ചി തേവര അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിനുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നേരത്തെ ഒരു അപകടമുണ്ടായിരുന്നു. ആ അപകടത്തിൽപ്പെട്ട് താഴേക്ക് വീഴുന്ന നിലയിൽ ഉള്ള ടിപ്പർ അതിനെ ഇപ്പോൾ മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷമാണ് ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിയത്. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ആകുന്നു ഈ അപകടം സംഭവിച്ചിട്ട്. അതിനുശേഷം ഗതാഗതം നിയന്ത്രിച്ചൊക്കെയാണ് വലിയ പ്രശ്നമില്ലാതെ വണ്ടികൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ തിരക്ക് കൂടുന്ന സമയമാണ്, സ്കൂൾ വിടുന്ന സമയമാണ്, ഓഫീസ് വിട്ട് ജീവനക്കാരൊക്കെ തിരികെ വീടുകളിലേക്ക് പോകുന്ന സമയമാണ്. ആ തരത്തിൽ പാലത്തിൽ അങ്ങനെ കൈവരിയിൽ തങ്ങിക്കിടക്കുന്ന ലോറി അത് തീർച്ചയായും കൂടുതൽ ഗതാഗതക്കുരുക്കുണ്ടാക്കും എന്നൊക്കെയുള്ളത് കൊണ്ട് ക്രെയിൻ എപ്പോൾ വരുമെന്നൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ക്രെയിൻ എത്തിയിരിക്കുന്നു. ലോറി അവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഡ്രൈവറുടേത് അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. നാട്ടുകാർ ചിലർ ഓടി വന്ന് തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതും അദ്ദേഹം വിശദീകരിച്ചു. അമിത വേഗത്തിൽ വന്ന് ടാങ്കർ ലോറിയാണ് ടിപ്പറിലിടിച്ചത്. തുടർന്ന് നിയന്ത്രണം നഷ്ടമായാണ് ഈ തരത്തിലേക്ക് വന്നത്. ഏതായാലും അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ സുനിലിനുണ്ടായി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ആ ടിപ്പർ ലോറി അവിടെ നിന്ന് ഉയർത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമാണോ? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പോൾ അവിടെ ക്രെയിനൊക്കെ എത്തിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉയർത്തി മാറ്റാൻ കഴിയുന്ന സ്ഥിതിയാണോ? വിഷ്ണു കേട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ക്രെയിൻ ഉപയോഗിച്ച് ആ ടിപ്പർ ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകാൻ പോകുന്നൊരു സമയം കൂടിയാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ട്രാഫിക് ഉണ്ടാകുന്ന സമയമാണ്. അതിനുള്ളിൽ തന്നെ അവിടെ ഈ ടിപ്പർ ലോറി എടുത്ത് മാറ്റിയില്ലെങ്കിൽ ആ പാലത്തിലും അതിനപ്പുറത്തുള്ള അപ്രോച്ച് റോഡിലും ഒക്കെ വലിയ ഗതാഗത കുരുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ ടിപ്പർ ലോറിയെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രമകരമായ ദൗത്യമാണ്. കൈവരിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ്. ഏതാണ്ട് 5 മണിക്കൂറാകുന്നു ആ തരത്തിലേക്ക് ടിപ്പർ ലോറി അവിടെ തങ്ങുന്നു. അപ്പോൾ അതിലെന്താണ് പരിഹാരം എന്നുള്ളത്? ക്രെയിൻ എത്തുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഉയർത്തുക എന്നതാണ് പരിഹാരം. പക്ഷേ ക്രെയിൻ എത്താൻ താമസിക്കുന്നു എന്നുള്ളത് നേരത്തെയൊക്കെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ക്രെയിൻ എത്തിയിരിക്കുന്നു. ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് കയറ്റുന്നു എന്നതാണ്. വിഷ്ണു സുരേഷ് തയ്യാറായിട്ടുണ്ട്. വിഷ്ണു, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ആ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന്. അപ്പോൾ അത് ഏറെ ശ്രമകരമാണോ? എന്താണ് അവർ പറയുന്നത്? വളരെ പെട്ടെന്ന് തന്നെ ഉയർത്തി മാറ്റാൻ കഴിയുന്ന സ്ഥിതിയാണോ? പ്രജിൻ, ഏകദേശം 3 മണിക്കൂറായി ഈ ടിപ്പർ ലോറി ഈ കായലിലേക്ക് പകുതിയോളം വീണ് മറിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്, അതായത് ഈ കൈവരി ഇടിച്ച് മറിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം 4 മണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ 2 ക്രെയിനുകൾ എത്തിച്ചിട്ടുള്ളത്. 15 അടിയുടെ 2 ക്രെയിനുകളാണ് എത്തിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ഓപ്പറേഷൻ പ്ലാൻ നിലവിൽ ഇതിന്റെ ചേസിൽ കെട്ടി വലിച്ച ഒരു ക്രെയിൻ ചേസിലും മറ്റൊരു ക്രെയിനിന്റെ ബാക്കിലും കെട്ടി വലിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് പോരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ പങ്കുവെക്കുന്നത്. നിലവിൽ ഈ പാലത്തിൽ പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ്. 2 വശത്തെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. ഈ ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം മാത്രമേ ഇനി വാഹനങ്ങൾ കടത്തിവിടൂ എന്നുള്ളതാണ് നിർദ്ദേശം. ഫയർഫോഴ്സും പോലീസും ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. അതായത് ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തു നിന്ന് ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് വേസ്റ്റ് വസ്തുക്കളുമായി പോവുകയായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന സുനില്. അതിനിടയിൽ അമിത വേഗത്തിൽ സുനിലിന്റെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ അമിത വേഗത്തിൽ ഒരു ടാങ്കർ ലോറി എത്തുന്നു. ആ ടാങ്കർ ലോറിയുടെ സൈഡ് സുനിലിന്റെ ഈ കാണുന്ന ടിപ്പറിലേക്ക് ഇടിക്കുന്നു. അങ്ങനെയാണ് സുനിലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഈ വാഹനം നേരെ തെന്നി മാറി തൊട്ടടുത്ത് ആ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത്. ആ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് സുനിൽ നടത്തിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് കൂടെ ഉണ്ടായിരുന്ന, അതായത് തൊട്ടപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങിയാണ് സുനിലിനെ രക്ഷപ്പെടുത്തിയത്. സുനിലിന്റെ തലയ്ക്ക് ഒരു ചെറിയ പരിക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു ആശങ്കയുണ്ടായിരുന്നത് ഈ വാഹനം ഈ ലോറി പകുതി കായലിന്റെ വശത്തേക്കും പകുതി റോട്ടിലുമായാണ് നിൽക്കുക. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നൊരു ആശങ്ക ആദ്യം ഉണ്ടായി. പക്ഷെ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് അങ്ങനെ മറിയില്ല എന്നൊരു നിഗമനത്തിലേക്ക് ഫയർഫോഴ്സ് എത്തിയത്. കാരണം ഇതിന്റെ വെയിറ്റ് മുഴുവൻ പൂർണ്ണമായി ഫ്രണ്ടിലേക്ക് തന്നെ തങ്ങി നിൽക്കുക. അതോടൊപ്പം തന്നെ താഴത്തെ ഈ ചേസ് ഭാഗമൊക്കെ ഇവിടെ പാലത്തിന്റെ കൈവരിയിൽ സ്റ്റക്കായിരിക്കുകയാണ്. അതുകൊണ്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മറിഞ്ഞു വീഴുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സമയം ഇതിനുവേണ്ടി എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ നേരത്തെ കുറച്ചുകൂടി അപകട സാഹചര്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തേക്ക് ഓപ്പറേഷൻ പൂർത്തിയായ. പക്ഷേ ഇത് അങ്ങനെ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. എന്നാൽ പോലും ഇത് കണ്ടാൽ നമുക്ക് ഭയപ്പാടുണ്ടാകും. കാരണം വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണിത്.
അത് പക്ഷെ അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ പെട്ടെന്ന് സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് വശങ്ങളിൽ നിന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രണ്ട് വശങ്ങളിൽ നിന്നും ക്രെയിനുകൾ എത്തിച്ച് അതിന്റെ രണ്ട് സ്ഥലങ്ങളിലായി ടഗ് ചെയ്തിട്ടുണ്ട്. ആ ടഗ് ചെയ്ത റോപ്പ് രണ്ട് ക്രെയിനുകളിലും ഘടിപ്പിച്ച് പുറകിലേക്ക് വലിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ടഗ് ചെയ്യുന്ന രീതി അത് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇതിനകത്തേക്ക് ഹുക്ക് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണുള്ളത്. അതിപ്പോൾ തന്നെ നടക്കും. അതിന് ഈ ക്രെയിൻ ഒന്ന് അലൈൻ ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും ഇത് പിന്നിലേക്ക് വലിക്കുന്ന സമയത്തിൽ മറ്റു വാഹനങ്ങളൊക്കെ പോകുമെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് രണ്ടു വശത്തെയും ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നത്, പൂർണ്ണമായും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ ഒരു സംഘമുണ്ട്, ഒപ്പം കൊച്ചി സൗത്ത് പോലീസിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ട്രാഫിക് പോലീസുകാരുണ്ട്. അങ്ങനെ 3 വിഭാഗങ്ങളിൽ നിന്നായാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത്. ഒപ്പം നാട്ടുകാരുടെ സഹായം നേരത്തെ ഉണ്ടായിരുന്നു. നാട്ടുകാരാണ് ഈ ഡ്രൈവറെ രക്ഷപ്പെടുത്തുന്നത്. ആ ടഗ് ചെയ്തിട്ടുണ്ട്, അത് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് രണ്ട് ക്രെയിനുകൾ അത് ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ രണ്ട് വശങ്ങളിലേക്കായി കെട്ടിയിട്ടുള്ള ടഗിൽ കെട്ടി അത് പിന്നിലേക്ക് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. അത് അവിടെ തങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ഒരുപക്ഷെ ഒരു 5 മിനിറ്റൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ കൃത്യമായി അലൈൻ ചെയ്ത ശേഷം മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. വിഷ്ണുവിന്റെ ശബ്ദത്തിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സം നേരിടുന്നുണ്ട്. എന്തായാലും വിഷ്ണു പറഞ്ഞതനുസരിച്ച് 5 മിനിറ്റ് കൊണ്ട് ഇതിനെ പൊക്കിയെടുക്കാൻ പറ്റും ഈ ലോറിയെ, ടിപ്പർ ലോറിയെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഒന്ന് ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണിത്. പക്ഷേ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് നേരത്തെ ഡ്രൈവർ സുനിൽ പറയുന്നു. ഇപ്പോൾ അതിനെ പൊക്കിയെടുക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ പൊക്കി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു, തുടരാം. വിഷ്ണു, ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങളില്ലാതെ പൊക്കിയെടുക്കാൻ കഴിയുന്നുണ്ടല്ലേ? പ്രജിന് ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. പ്രജിന്, അതായത് നേരത്തെ ഈ ഇപ്പുറത്തെ വശത്ത് കെട്ടിയിരുന്ന ടഗ് അത് പൊട്ടിപ്പോയിരിക്കുന്നു. ആ റോപ്പ് പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ അത് സാധ്യമായില്ല. ആദ്യ ശ്രമം താൽക്കാലിക അത് പരാജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു വശത്തെ ടഗിൽ മാത്രമാണ് ഇപ്പോൾ ഇതുള്ളത്. ഈ വശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ടഗ് പൊട്ടിപ്പോയത് കാണാൻ പറ്റും. അത് പൊട്ടിക്കിടക്കുകയാണ്. രണ്ട് വശത്തു നിന്നും ഒരേ പ്രഷറിലാണ് അത് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അത് പൊട്ടിപ്പോയി. ആ ടഗ്, ഒരു വശത്തെ ടഗ് അത് പൊട്ടിപ്പോയി. അടുത്ത ടഗ് ഇട്ട് വീണ്ടും ആ ശ്രമം നടത്താനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്. നേരത്തെ രണ്ട് വശത്തു നിന്നും ടഗ് ചെയ്തുകൊണ്ട് രണ്ട് ക്രെയിനുകൾ ഒരുമിച്ച് ഒരേ സമയം ഇത് അതിന്റെ മുകളിലത്തെ ഭാഗത്ത് നിന്ന് പൊക്കി, അതായത് തങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത ശേഷം വേണം ബാക്കിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട്. നേരിട്ട് ബാക്കിലേക്ക് വലിച്ചാൽ അത് പോരില്ല, കാരണം തങ്ങിയിരിക്കുന്നു. അതുകൊണ്ടൊന്ന് ഫ്രണ്ട് വശം ഒരു 5-10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5-10 സെന്റിമീറ്റർ ഉയർത്തിയ ശേഷം അത് ബാക്കിലേക്ക് വലിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും ബാക്കിലേക്ക് പോരുകയുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും ടഗ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇതിന്റെ ഒരു വെയിറ്റ്, ഇതിനകത്ത് ലോഡുണ്ട്, അതായത് മോശം വസ്തുക്കൾ, അതായത് ഈ കല്ലും അതോടൊപ്പം തന്നെ മണ്ണും പോലുള്ള വസ്തുക്കളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വെയിറ്റ് കൂടി ഇപ്പോൾ ഈ പൊട്ടിപ്പോയ വശത്തേക്കാണ് അത് കൂടുതലായി കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് അനുഭവപ്പെടുകയും ആ റോപ്പ് ഇപ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. അടുത്ത റോപ്പിട്ട് അടുത്ത ടഗ് ചെയ്ത് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ടഗ് ചെയ്യുന്ന സമയമാണ് എടുക്കുക. അത് പൂർത്തിയായിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഇരുമ്പ് കമ്പികളാണ് സാധാരണഗതിയിൽ, വലിയ ഇരുമ്പ്, ശക്തിയുള്ള അല്ലെങ്കിൽ കനമുള്ള ഇരുമ്പ് കമ്പിയാണ്, അതാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇതിപ്പോൾ സ്കൂൾ വിടുന്ന സമയമാണ്. രണ്ട് വശത്തും ഗതാഗത നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പോകുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ഓപ്പറേഷൻ പൂർത്തിയായില്ല എങ്കിൽ വലിയ ഗതാഗത കുരുക്ക് അങ്ങ് കുണ്ടന്നൂർ ജംഗ്ഷൻ വരെ എത്തും. നമ്മളിപ്പോൾ ഉള്ളത് അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിലാണ്. അതായത് തോപ്പുംപടി പാലത്തിനെയും കുണ്ടന്നൂർ പാലത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് അലക്സാണ്ടർ പറമ്പിത്തറ പാലം. 4 മണിക്കൊക്കെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഗതാഗതം വളരെ കുറേ വാഹനങ്ങൾ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇത് പീക്ക് സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഓപ്പറേഷൻ പൂർത്തിയാക്കണം എന്നുള്ളതാണ് NDRFന്റെ ഒക്കെ നിർദ്ദേശം പറയുന്നത്. ഇപ്പോൾ ഈ റോപ്പ് പൊട്ടിപ്പോയതുകൊണ്ടാണ് ഇതൊരു അല്പം വൈകുന്നത്. ഡബിൾ ലൈൻ ഇടുക, അയൺ റോപ്പ് പൊട്ടിപ്പോയതാണ്. അതായത് ഡബിൾ റോപ്പ് ഇട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡബിൾ റോപ്പ് ഇട്ട് അടുത്തത്, അതായത്
ഉറപ്പാണ് ഇട്ടത്, അതാണ് വെയിറ്റ് കൂടിയതുകൊണ്ട് പൊട്ടിപ്പോയത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത്ര റിസ്കിലേക്ക് പോകണ്ടെന്ന് വെച്ച് ഡബിൾ റോപ്പ് ഇട്ട് പിടിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഡബിൾ റോപ്പ് ഇട്ട ശേഷം ഇത് വീണ്ടും ആ കാണുന്നത് പോലെ തന്നെ ടഗ് ചെയ്യും. അതിനുശേഷം അവിടെ നിന്ന് നേരത്തെ ലിഫ്റ്റ് ചെയ്തതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്യും. ഒരു വശത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആ വശത്ത് അത്രയും വെയിറ്റ് ഇല്ല. ഇപ്പുറത്തെ വശത്താണ് ഇതിന്റെ വേസ്റ്റും ഇതിനകത്തുള്ള ലോഡും ഒക്കെ തങ്ങി ഒരു വശത്തേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വശത്ത് വെയിറ്റ് അനുഭവപ്പെടുകയും ഇതിപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടായതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് സിംഗിൾ റോപ്പ് മാറ്റിയിട്ട് ഡബിൾ റോപ്പ് ഇട്ട് അത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം എന്ന് വിശേഷിപ്പിക്കാം. കാരണം അതിന്റെ സാഹചര്യം എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് പൂർത്തിയായില്ലെങ്കിൽ ഈ നഗരം ഒന്നാകെ വലിയ സ്തംഭനത്തിലേക്ക്, ഗതാഗത പ്രശ്നത്തിലേക്കൊക്കെ ഈ 2 റോഡും ബ്ലോക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഇതിന്റെ അപ്പുറത്താണ്. വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ അവിടെ രണ്ടാമത് വീണ്ടും ഒരു ശ്രമം നടക്കുകയാണ്. ഡബിൾ റോപ്പ് ഇട്ട് അതിനെ കെട്ടിവലിക്കാനുള്ള ശ്രമം. ഒരു ഭാഗത്ത് ആ റോപ്പ് പൊട്ടിപ്പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ രീതിയിൽ കുടുങ്ങി നിൽക്കുകയാണ് ആ പാലത്തിൽ വാഹനത്തിൻ്റെ മുൻഭാഗം. അതിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ഉറപ്പുള്ള റോപ്പ് തന്നെ വേണം. നേരത്തെ പൊട്ടിയത് അയൺ റോപ്പാണ്, എങ്കിൽ കൂടി അത്രമാത്രം പോരാ, കുറച്ചുകൂടി ഉറപ്പുള്ള കെട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഡബിൾ റോപ്പ്, 2 റോപ്പിട്ട് ഒരു ഭാഗത്ത് കെട്ടി ഉയർത്താനുള്ള ശ്രമം നടക്കുന്നതെന്നാണ് വിഷ്ണുവിനോട് അവിടുത്തെ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് തന്നെ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.